ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. നമ്മൾ കുറച്ച് സാലഡ് കുക്കുംബർ കൃഷി ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്തത്. അപ്പോൾ റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സാലഡ് കുക്കുംബറും മറ്റൊരു സൈഡിൽ പയറുമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ സാലഡ് കുക്കുംബർ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിപ്പോൾ. സാലഡ് കുക്കുംബർ തൈ മേടിച്ച് നമുക്ക് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ മേടിക്കാൻ കിട്ടും, ഹൈബ്രിഡ് വിത്തുകൾ മേടിക്കാൻ കിട്ടും. ആ ഹൈബ്രിഡ് വിത്തുകൾ നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ്സുകളോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രേകളിലോ നമുക്ക് പാകിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ട്രേകൾ നിറയ്ക്കുമ്പോൾ നമുക്ക് ചകിരിച്ചോറും ചാണകവും, വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ആട്ടിൻകാഷ്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഈ ചകിരിച്ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ട്രേ നിറയ്ക്കുക, അവിടെ വിത്ത് പാകുക. ഓരോ വിത്ത് ഒരേ ട്രേക്കിടെ പാകിയാൽ മതി. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തടം എടുത്തിട്ട് ആ തടത്തിലേക്ക് 4 വിത്ത്, വലിയ തടമാണെങ്കിൽ ഒരു 4 വിത്തുകൾ അങ്ങ് പാകി വെച്ചേക്കുക. അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൈയാണ് നടുന്നത്. തൈ എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവിടെ ഒരു തടം എടുത്തിട്ടുണ്ട്, തടം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വളം എന്ന് പറയുന്നത് ആട്ടിൻകാഷ്ടമാണ്. ആ ആട്ടിൻകാഷ്ടം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സാലഡ് കുക്കുംബർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ആട്ടിൻകാഷ്ടത്തിൻ്റെ കൂടെ ട്രൈക്കോഡെർമ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈക്കോഡെർമയുടെ ഇത് കണ്ടോ, കവർ ഇതാണ്. നിങ്ങളും കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡെർമ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചാണകത്തിൻ്റെ കൂടെയൊക്കെ ചേർത്തിട്ട് ട്രൈക്കോഡെർമ ചേർത്തിട്ട് കൃഷി ചെയ്യുക. നമുക്ക് നമ്മുടെ ആട്ടിൻകാഷ്ടം ഇട്ട് കൊടുക്കാം. അടിവളമായിട്ട് നമ്മൾ ആട്ടിൻകാഷ്ടം ഇടുന്നു. ഇത് മതി. വെയിലായതുകൊണ്ട് മാത്രം നമ്മൾ ഈ സമയത്തെ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മളൊന്ന് നനച്ച് കൊടുക്കുന്നു, നനവ് കിട്ടാൻ വേണ്ടി. നമ്മുടെ തൈ നടുമ്പോഴേക്കൊരു നനവ് കിട്ടുവാണെങ്കിൽ വാട്ടലൊന്നും സംഭവിക്കില്ല. ഇനി ഇതെല്ലാം കൃഷി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ, വെയിൽ കൊള്ളില്ലല്ലോ, ഭയങ്കര ചൂടാലോ എന്നോർത്ത് തണലത്തൊന്നും ആരും കൃഷി ചെയ്തേക്കരുത്. ഏറ്റവും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് കൃഷി ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് പച്ചക്കറികൾ നന്നായിട്ട് വിളയുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾ 4 തൈയാണ് നടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 4 ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് കുഴിച്ച് വെക്കുന്നു. കാരണം നമുക്ക് 2 മതി. 2 കയറി വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ 2 നഷ്ടപ്പെട്ടു പോയാലും 2 കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 4 എടുത്തു, 4 സൈഡിലായിട്ട് അങ്ങ് കുഴിച്ച് വെച്ചു. ഇവിടെ മാത്രമല്ല സാലഡ് കുക്കുംബർ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കണ്ടോ, അതിൻ്റെ ഓരോ തടത്തിലും നമ്മൾ കുക്കുംബറിൻ്റെ കൃഷി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ നെറ്റ് കൊടുത്തിട്ട് നെറ്റേക്കടെ നമുക്ക് കയറ്റി വിടാൻ സാധിക്കുന്നതാണ് സാലഡ് കുക്കുംബർ. അപ്പം നിലത്ത് കിടന്നുണ്ടാവുന്നില്ല, ഇതിൻ്റെ മുകളിൽ കയറി കിടന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു കുഴിയായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വെള്ളം കെട്ടി ഇതിനകത്ത് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി വളരുമ്പോഴേക്കും ഇത് മണ്ണ് കൂട്ടിയ നമ്മൾ വളവും കൂടി കൊടുത്ത് മണ്ണും കൂടി കൂട്ടി നമ്മളിത് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോരും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ നട്ടപ്പോഴാണ് ഇങ്ങനെ നടുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത വളങ്ങളൊക്കെ കൊടുക്കുമല്ലോ, വളവും കൊടുത്ത് മണ്ണും കൂടി കൂട്ടി നമ്മൾ പൊക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. തടം പൊക്കി എടുക്കുക. നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് സാലഡ് കുക്കുംബർ. സാലഡ് കുക്കുംബറിൻ്റെ വിത്തുകൾ മേടിക്കാൻ കിട്ടും. ആ വിത്തുകൾ മേടിച്ചിട്ട് നിങ്ങളും കൃഷി ചെയ്ത് നോക്കുക. ഈ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാലഡ് കുക്കുംബർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.